2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മട്ടാഞ്ചേരി ടൗൺ ഹാൾ നവീകരണ വേളയിൽ കലാ സാംസ്കാരിക പരിപാടികൾക്ക് കൂടി അനുയോജ്യമായ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. 1.5 കോടി രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന മട്ടാഞ്ചേരി ടൗൺ ഹാൾ കലാ സാംസ്കാരിക പരിപാടികൾക്ക് കൂടി അനുയോജ്യമായ രീതിയിൽ വേണമെന്ന ആവശ്യമുയരുന്നു. നേരത്തെ ടൗൺ ഹാളിൽ റഫിനേറ്റ് ഉൾപ്പെടെയുള്ള കലാ സാംസ്കാരിക പരിപാടികൾ നടന്നിരുന്നതാണ്. ഇതിന് അനുയോജ്യമായ ശബ്ദ സംവിധാനമാണ് ഈ ഹാളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നവീകരണത്തിന് ശേഷം ശബ്ദ സംവിധാനത്തിൽ മാറ്റം വരികയും കൊച്ചിയിൽ നടന്നിരുന്ന കലാ സാംസ്കാരിക പരിപാടികളെല്ലാം നഗരത്തിലേക്ക് പറിച്ചു നടപ്പെടുകയും ചെയ്തു. ഇതോടെ വലിയ പരിപാടികളെല്ലാം കൊച്ചിയിൽ നിന്ന് അന്യമാവുന്ന സാഹചര്യം ഉടലെടുത്തു. കോവിഡുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായി പ്രവർത്തിച്ച ടൗൺ ഹാൾ ഇതിനുശേഷം തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. 4 വർഷങ്ങൾക്ക് ശേഷം BPCL സഹകരണത്തോടെ 1.5 കോടി രൂപ മുടക്കി ടൗൺ ഹാൾ നവീകരണത്തിലുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യഘട്ട നവീകരണത്തിൽ ഭിത്തിയിലെ സൗണ്ട് പ്രൂഫ് സംവിധാനം മാറ്റുകയും ടൈൽസ് വിരിച്ച് മിനുസമുള്ള പ്രതലമാക്കി മാറ്റുകയും ചെയ്തതാണ് ശബ്ദ സംവിധാനത്തിൽ മാറ്റം വരാൻ കാരണമെന്നാണ് പറയുന്നത്. നിലവിലെ നവീകരണ പശ്ചാത്തലത്തിൽ ആദ്യകാലത്ത് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നതുപോലെ സൗണ്ട് പ്രൂഫ് സംവിധാനം വേണമെന്നാണ് ആവശ്യം. ഇതിനായി വിദഗ്ധരുടെ സഹായം തരണമെന്നും ആവശ്യമുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് പൊതുപ്രവർത്തകൻ ഹാരിസ് അബു, മേയർ എം അനിൽകുമാർ, ഡെപ്യൂട്ടി മേയർ കെ ആൻസി എന്നിവർക്ക് നിവേദനം നൽകി. നഗരസഭാ സെക്രട്ടറിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.